ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുനമ്പത്തെ ജനതയെ വഞ്ചിക്കാത്തൊരു പ്രസ്ഥാനം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷവും CPM ഒക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ ആളുകൾ പറയും ഞാൻ കമ്മിയാണ് കൊമ്മിയാണ്. ഇത് സത്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓക്കെ, ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താ? BJP-ക്കാർ പറഞ്ഞു വഖഫ് നിയമം വരുന്നതോടുകൂടി എല്ലാവരും റെഡിയാകുമെന്ന് പറഞ്ഞു. കിരൺ റിജിജു ഇപ്പൊ പുള്ളിക്ക് പാവത്തിന് ഇതൊന്നും അറിയാൻ പാടില്ല. പുള്ളിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായില്ല, ഞങ്ങൾ ഒരു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കിരൺ റിജിജു പറഞ്ഞു ഓക്കെ നിയമമൊക്കെ പാസ്സായി, ഇനിയൊന്നും പേടിക്കാനില്ല, കേസ് എടുത്തിക്കൊള്ളാനാണ്. അവർ വിചാരിച്ചത് നിയമം പാസ്സാകുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാവുമെന്നാണ്. നിയമം പാസ്സായിട്ട് ഇല്ലാതായില്ല. ഒന്ന്. രണ്ടാമത്തത് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 1.5 കൊല്ലം കഴിഞ്ഞ് അധികാരത്തിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നു. ഇതെന്താ ദോശ കൂടണയാണ്? ദോശയാണെങ്കിൽ ശരിയാണ്, മറ്റേ മാവ് കിട്ടും. മാവ് പോലും നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. മാവ് മറ്റേ മേടിച്ച ദോശ വേണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം? കല്ല് ചൂടായി കിടക്കണം. അതും മറ്റേ നമ്മൾ ദോശമാവുമായിട്ട് എന്ത് ചെയ്യണം? തട്ടുകടയിലേക്ക് പോകണം. എന്നിട്ട് ചൂടായി കിടക്കണതിനെ പിടിച്ചു മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യുക? ഇതൊക്കെ വെറുതെ ഇപ്പുറത്തുപോലെ ഡയലോഗ് അടിക്കുക എന്നുള്ളത് എന്താ? 2019 പാണക്കാട് കുടുംബത്തിലെ റഷീദ് അലി തങ്ങൾ ഇതിലിരിക്കുമ്പോൾ മുസ്ലിം ലീഗ് അതുപോലെ അന്നത്തെ UDF ഗവൺമെൻറ് വെച്ചിട്ടുള്ള വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡാണ് ഈ പ്രോപ്പർട്ടി ഇത് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണേ. ഞാൻ ആരോട് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. ഏത് ചാനലുകളും എന്നെ എന്ത് ചെയ്യട്ടെ, ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കട്ടെ. 10 മിനിറ്റ് ഒരുപാട് സമയമുണ്ടല്ലോ. ഒരുപാട് 10 മിനിറ്റ് ഉണ്ട്. 5 കൊല്ലത്തിനിടക്ക് ഒരുപാട് 10 മിനിറ്റ് ഉണ്ട്. ലാസ്റ്റത്തെ 10 മിനിറ്റ് വരെ ഉണ്ട്. ആ 10 മിനിറ്റിൽ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ പിന്നെ മുനമ്പ വിഷയമൊന്നും മറ്റേ 10 മിനിറ്റ് അല്ല, ഇനി 10,000 മിനിറ്റ് എടുത്താൽ പോലും തീർക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ മോദി വിചാരിച്ച പോലെ അത് തീർക്കാൻ പറ്റില്ല. കാരണം മോദി തന്നെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ എന്തെങ്കിലും തീർക്കാൻ പറ്റുമോ? ഒന്നും തീർന്നില്ല. അതുകൊണ്ടാണ് പാവ കിരൺ റിജിജു വിടാന്ന് പറഞ്ഞത് ഓക്കെ നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് കേസ് നടത്താം. ആളുകൾ കഴിക്കണം ഇന്ന് നിയമം കൊണ്ടുവന്ന് നാളെ രാവിലെ മുതൽ സ്വന്തം സ്ഥലം സ്വന്തമായിട്ട് കിട്ടുമെന്ന് വിചാരിക്കണം. പിന്നെ അതിലെന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കാരണം സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്തെന്നറിയോ? ഇതിൻ്റെ പുറത്ത് മറ്റേ കരമടക്കാരെങ്കിലും തുടങ്ങി. കരമടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥലമാണെന്നുള്ള ഒരു ചെറിയ ക്ലെയിമെങ്കിലും വെക്കാൻ പറ്റും. കരമടച്ച റെസീറ്റ് കൊണ്ട് ആർക്കെങ്കിലും പോയി ജാമ്യമെങ്കിലും നിൽക്കുക കോടതിയിൽ. ഇതിപ്പോൾ അതും കൂടി നടക്കൂല. ഇപ്പം നാളെ പ്രജയ്ക്ക് ഒരാൾ കോടതിയിലുണ്ട് ജാമ്യം നിൽക്കണമെന്നുണ്ടെങ്കിൽ കരമടച്ച രസീത് വേണം. അപ്പോൾ കരമടച്ച രസീത് ഇപ്പോൾ വേറെ 10 സെൻറ്റ് സ്ഥലവും 50 സെൻറ്റ് സ്ഥലവും മൂന്നാറിലുള്ള പാർട്ടി അല്ലല്ലോ ഇവിടെ കിടക്കുന്നത്. പാവം പിടിച്ച ആൾക്കാരാണ്.